ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ജനറൽ റീഡിംഗ് ആണ് ആൻഡ് ടൈംലെസ് ആണ്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കുമോ? കറന്റ് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു ട്രൂ ഫീലിങ്സ് എന്താണ്? ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. വെയിറ്റിംഗ് ഗെയിം കാർഡാണ് വന്നിട്ടുള്ളത്. ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ചിലവരെങ്കിലും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടാകാം. അതായത് വരുന്നുണ്ട്, നോ കോണ്ടാക്ട് ആണ്, പക്ഷെ എങ്കിൽ പോലും ചില സമയത്ത് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നു, ബ്ലോക്ക് ആക്കുന്നു, എന്നിട്ട് പിന്നെയും ബ്ലോക്ക് അഴിക്കുന്നു. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആകുന്നുണ്ടാവില്ല. നിങ്ങൾക്കറിയില്ല എന്താണ് കാര്യമെന്ന് നിങ്ങൾക്കറിയില്ല. വരുന്നുണ്ട്, പോകുന്നുണ്ട്, എന്നാ ഒന്ന് പ്രോപ്പറായിട്ട് നിൽക്കുന്നില്ല, ശരിക്കും ഒന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടാവില്ല. ഇങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കാം. നിങ്ങൾ രണ്ടുപേർക്കും ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഓർമ്മയായിട്ട് വന്നിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറയാ, ചില ഒരു ഒരു ബോധം വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന്റെ ചില ആഴങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ബോധപൂർവം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കറന്റ് എനർജിയിൽ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ഈ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകുക. നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോകുന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ഈ വ്യക്തി ആയിരിക്കാം. സോ അവർക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ബോധപൂർവം മനസ്സിലായിട്ടുണ്ട്, ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ ആരാണ് തെറ്റ് ശരി എന്നൊക്കെയുള്ളത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, കോൺഫ്ലിക്ട്സ് ആൻഡ് ഡിഫേർട്ട് ആണ്. അതായത് നിങ്ങളുടെ ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തോറ്റുപോയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ മുൻപെല്ലാം നല്ല സ്നേഹത്തോടെ പോയിട്ട് പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടാകാം, അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകാം, മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. അവർ തന്നെ മൂവ് ഓൺ ചെയ്യാം, ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അവരിപ്പോൾ ചിന്തിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഇപ്പോൾ ഒരു ബോധം വന്നിട്ടുണ്ട്, അവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് നിങ്ങളില്ലാതെ പറ്റത്തില്ല. ഓക്കെ, നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് പോലും നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. സോ ഇവിടെ വ്യക്തമാണ് അവർക്ക് നിങ്ങളില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരെടുത്തിട്ടുള്ള ആ ഒരു ഡിസിഷൻ തെറ്റായി പോയി എന്ന് അവർക്ക് ഇപ്പോൾ തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത്. അവർ തോറ്റുപോയി, അവരുടെ തീരുമാനത്തിൽ അവർ തോറ്റുപോയി എന്ന് വേണം വ്യക്തമായി പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് അത് എന്ത് സിറ്റുവേഷന് വേണ്ടിയിട്ടാണോ അവർ പോയിട്ടുള്ളത്, ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് പോയത് വളരെ മണ്ടത്തരമായി പോയി, അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനം റോങ് ആയി പോയി, നിങ്ങളായിരുന്നു റൈറ്റ്, അത് എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങളായിരുന്നു എന്നുള്ളത് അവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങളില്ലാതെ ഈ പേഴ്സണ് പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഏതോ ഒരു നിമിഷത്തിൽ എന്തോ തോന്നിയ ഒരു പേരിൽ നിങ്ങളുടെ ഈ ബന്ധം വേണ്ട എന്ന് വെച്ച് അവർ പോയി. ഓക്കെ, പക്ഷേ അത് പാസ്റ്റിലാണ്, അത് കഴിഞ്ഞു. അവർക്ക് ഇപ്പോൾ ഒരു ബോധം വന്നിട്ടുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ക്ലാരിഫിക്കേഷൻ കുറച്ചും കൂടി നോക്കാം. ടു ഓഫ് വൺസ് ആണ്, ടു ഓഫ് കപ്സ് ആണ്, ഫോർ ഓഫ് വൺസ്, ത്രീ ഓഫ് സോർഡ്സ്.
ദ എംപ്രസ് കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഓവറോൾ എനർജി വന്നിട്ടുള്ളത് പോലും എംപ്രസ് കാർഡാണ്. ഈ പേഴ്സണ് നിങ്ങളടുത്ത് വളരെയധികം സ്നേഹം തോന്നുന്ന മൊമെന്റ്സ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അവര് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം നിങ്ങളടുത്ത് സ്നേഹം തോന്നുന്ന ഒരു ടൈമാണ് എന്ന് വേണം പറയണമെങ്കിൽ. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ 2 ഓഫ് കപ്സും 4 ഓഫ് വൺസും അടുത്തടുത്താണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ കൂടെ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല വാഗ്ദാനങ്ങളും ഈ വ്യക്തി തന്നിട്ടുണ്ടാകാം. മാരേജ് ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫാമിലി എല്ലാം തന്നെ നിങ്ങൾ ഒന്നിച്ച് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടാകാം. പക്ഷെ പിന്നീട് പോയപ്പോൾ എന്തോ ഒരു സിറ്റുവേഷന്റെ പേരിൽ, നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷന്റെ പേരിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തുകയായിരിക്കാം ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടാകുന്ന കാര്യം. പക്ഷേ ഈ ഒരു കറന്റ് എനർജിയിൽ, ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവര് ബോധപൂർവം ചിന്തിച്ച് അവർക്ക് ആ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, നിങ്ങളില്ലാതെ പറ്റത്തില്ല, അവരുടെ ഡിസിഷൻ റോങ് ആണെന്ന് മനസ്സിലായി. സോ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ആ പഴയൊരു ഓർമ്മയിലേക്ക്, ആ ഒരു മെമ്മറീസിലേക്ക് അവർ വരികയാണ്. നിങ്ങളുടെ കൂടെയുള്ള ഫാമിലി അതെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയാണ് വേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്, ആ ഒരു തോട്ട്സ് ആണ് ഇപ്പോൾ അവർക്കുള്ളത്. 2 ഓഫ് കപ്സ് കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം. അതായത് നിങ്ങൾ തമ്മിൽ ഒരു മുൻജന്മ ബന്ധം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിക്കാത്തത്. നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പിൽ ഇത്രയൊക്കെ വേദന അനുഭവിച്ചിട്ടും നിങ്ങൾക്കും ഇതിൽ നിന്നൊന്നും മാറാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഒക്കെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ മതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെയാണ് ഈ വ്യക്തിക്ക് ഇപ്പോഴുള്ള ഈ കറന്റ് എനർജിയിൽ അവർക്ക് കറന്റ് ഫീലിങ്സ്, അവരുടെ തോട്ട്സ് എന്ന് പറയുന്നത് അതാണ്. എങ്ങനെങ്കിലും ഒക്കെ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ആ പഴയ ഉണ്ടായിരുന്ന ഒരു ബന്ധം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് അവരും ചിന്തിക്കുന്നത്. കാര്യം നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് രണ്ടുപേർക്ക് മൂവ് ഓൺ ചെയ്ത് പോവാൻ ഇതിൽ സാധിക്കാത്തത്. വളരെ കുറച്ചും കൂടി കഴിയുമ്പോൾ, ഒരു ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ഡേയ്സ് കഴിയുന്ന സമയത്ത് നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യും. അവരുടെ ആ ഒരു സ്നേഹം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഇത്രയും നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇത് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് മുന്നിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ ഒന്നും കൂടെ റീയൂണിയൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തരാതിരുന്ന ഒരു സ്നേഹം വാരിക്കോരി ഈ പേഴ്സൺ തരും നിങ്ങൾക്ക്. കാരണം ഒരു തവണ നഷ്ടപ്പെട്ടു പോയപ്പോൾ താൻ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ റോങ് ഡിസിഷൻ എടുത്തു, നിങ്ങളെ വിട്ടു കളഞ്ഞു, കുറെ സ്ഥലത്ത് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർ മിസ് ചെയ്തു എന്നൊക്കെയുള്ളത് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട്, ആ ഒരു അനുഭവം കിട്ടിയത് കൊണ്ട് എന്താ പറയുക, ഇനി ഒരു റീയൂണിയൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്നേഹമായിരിക്കും ഈ പേഴ്സൺ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പോലും മനസ്സിലാവില്ല ഇതൊരു അഭിനയമാണോ, അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കും എന്നുള്ളതാണ് ഇവിടെ, അതൊരു വ്യക്തമാണ്. ഇവിടെ കാർഡ്സ് എല്ലാം തന്നെ വ്യക്തമാണ്. 2 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഹാർട്ട് ബ്രോക്കൺ ആണ് നിങ്ങളും, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഹാർട്ട് ബ്രോക്കൺ ആണ്. നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ടാവുക ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. മേ ബി നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നേരിടുന്നത് അവർക്ക് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം. അതായത് വേറൊരു സിറ്റുവേഷൻ അപ്പുറത്ത് വെച്ചിട്ട് ഇപ്പുറത്തൊരു സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങളെ ഇപ്പുറത്തും അപ്പുറത്ത് വേറൊരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പം കൺഫ്യൂഷൻ ആണ്, ഇവിടേക്ക് പോകണോ അല്ലെങ്കിൽ അവിടേക്ക് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാകുക. ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ അവസ്ഥയാണ് പറയുന്നത്. വളരെ നിസ്സഹായ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. സോ ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ പേഴ്സൺ തന്നെ പൂർണ്ണമായിട്ട് ചേഞ്ച് സംഭവിച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു ചേഞ്ച് ഇവര് തന്നെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ തമ്മിൽ റീയൂണിയൻ സംഭവിക്കുന്നതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു അൺകണ്ടീഷണൽ ലവ്, അല്ലെങ്കിൽ ഈ പുവർ ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹം എല്ലാം തന്നെ നിങ്ങൾ ഇവരുടെ ഒരു സ്നേഹം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടുപേരും ഹാർട്ട് ബ്രോക്കൺ ആണ് ഈ ഒരു കാര്യത്തിൽ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് നിൽക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരേ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. ഹാർട്ട് ബ്രോക്കൺ ആണ്. പക്ഷെ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോലും തിരിച്ചറിയില്ല ഈ പേഴ്സൺ ഇത്രയും സങ്കടത്തിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാര്യം അവര് ഒന്നും റിപ്ലൈ ചെയ്യാതെ, ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ അവരുടെ തീരുമാനങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടാകാം. നിങ്ങൾ ചോദിക്കുന്നതിനൊന്ന് ആൻസർ തരുമോ, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് അഴിക്കാൻ നോക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, അത് ഉടനെ തന്നെ അതിനൊരു മാറ്റം വരുന്നതാണ്. ഓക്കെ, അപ്പം ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.